ഹലോ ബഡീസ്, ഇന്ന് 4:30-ക്കാണ് കേട്ടോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കായിരുന്നു. അധികം 3:30, 4:30 ആ സമയത്തേക്ക് എണീക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല കോൺസെൻട്രേഷൻ ഉള്ള ടൈമാണ്. അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. മാത്രമല്ല മോളും ആ സമയത്ത് ഉറങ്ങുമായിരിക്കും. FM ആണ് നോക്കാണ്ടായിരുന്നത്. സാറിനൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എടുത്തത് മൊത്തം നാളേക്ക് എഴുതി കൊണ്ടുവരണം വേറൊരു നോട്ട്ബുക്കിൽ ചെയ്ത് പഠിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട്. അത് നല്ല കാര്യമാണ്, പക്ഷെ എൻ്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം തന്നെ. അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കയറ്റില്ല കേട്ടോ. പിന്നെ അത് ആക്ച്വലി കാൽക്കുലേഷനിൽ ഞാൻ കുറച്ച് വീക്കാണേനും. കാൽക്കുലേറ്റർ നല്ല സ്പീഡായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. എനിക്കറിയില്ല എൻ്റെ മാത്രം ഇഷ്യൂ ആണോ എന്ന്, അതോ എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണോ എന്നറിയില്ല. ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ, പക്ഷെ വന്ന് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടാവില്ല. എവിടുന്നാ തുടങ്ങി എവിടെ അവസാനിപ്പിക്കേണ്ടതെന്നോ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും യൂട്യൂബിൽ വേറെ 2-3 ക്ലാസ്സസൊക്കെ കേട്ട് ഒന്നും കൂടിയും പക്കയ്ക്കതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഡിഫറൻസ് തോന്നലുണ്ട്. കാൽക്കുലേറ്റർ സ്പീഡ് ആവാത്തത് വലിയൊരു ഇഷ്യൂ ആണ്. അത് ആക്ച്വലി ചേഞ്ച് ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ചെയ്ത് അങ്ങനെ ശീലമായിക്കോളെന്ന് പറയാം. മോളിപ്പോഴും നല്ല ഉറക്കമാണ്. ചില സമയത്ത് ഈ സമയമാകുമ്പോഴേക്കും എണീക്കുകയും ചെയ്യും കേട്ടോ. എന്തായാലും ഞാൻ താഴെ ചെന്നിട്ട് ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ചു. നോർമലി അടിച്ചു വരലും തുടക്കലും ഞാനാ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഉമ്മാക്ക് കയ്യിന് വേദനയാണ്. സോ ഞാൻ തന്നെയാണ് അടിച്ചു വരൽ. ഒന്നിടവിട്ടാണ് കേട്ടോ തുടയ്ക്കലുള്ളത്. അപ്പോൾ ഇന്നലെ തുടച്ചു, ഇനി നാളെ തുടയ്ക്കും. ഇന്ന് ഞാൻ തുടയ്ക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരൽ കേട്ടോ. ഈ ടൈമും ആക്ച്വലി ഒന്ന് കറക്റ്റ് ആക്കാണ്ട്. എനിവേസ് അത് കഴിഞ്ഞാൽ പിന്നെ ഗെറ്റിംഗ് ഡ്രസ്ഡ് അപ്പ്. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു ട്രാൻസിഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഫുൾ കൈയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫീൽ ഗുഡായിട്ട് തോന്നലുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ? ഞാൻ നോർമലി സ്റ്റേഷനറി വീഡിയോ കാണിച്ച സമയത്ത് ബാഗ് ഇതായിരുന്നില്ല കേട്ടോ. അത് ആ വലിയ മെറ്റീരിയൽ ഇട്ടപ്പോഴത്തേനും ആ ബാഗ് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബാഗാണ് കൊണ്ടുവരുള്ളത്. ഇങ്ങനെ എല്ലാം സെറ്റാക്കി വയ്ക്കൽ അധികം രാത്രി ചെയ്യലുണ്ട്. പക്ഷെ രാവിലെ പഠിക്കുമ്പോൾ പിന്നെ എടുക്കണമുണ്ട്. പിന്നെ രാവിലെ വീണ്ടും ഒന്നും കൂടി ചെയ്യലാണ്. യൂഷ്വലി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മോളെ എണീക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എണീച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ താഴത്തെ തൊട്ടിയിൽ കൊണ്ടുപോയി കിടത്തലാണ് കേട്ടോ. പിന്നെ ഇന്ന് കൊത്തു ചപ്പാത്തിയാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ദാറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അവിടെ കിടത്തി കുറച്ചും കൂടി പോന്നപ്പോഴത്തേനും പിന്നെ അവൾ എണിച്ചു കേട്ടോ. എന്തായാലും ഇന്ന് ഇതാണ് ലഞ്ച് ബോക്സ്. ഉമ്മ ആക്കിയാൽ ശരിയല്ല, ഉമ്മ കുറേ ആക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ആക്കലാണ് ലഞ്ച് ബോക്സ്. ഇപ്പോൾ ഞാൻ ഡയറ്റിലാണ്. പിന്നെയും കുറച്ച് മെല്ലെ കുറച്ച് കൊണ്ടുവരുവാണ്. അധികം ഇങ്ങനെ ടാറ്റയൊക്കെ തന്നെ പറഞ്ഞയക്കലുണ്ട്. ചിലപ്പോൾ കരയും ചെയ്യും. അങ്ങനെ സലാമൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അപ്പോൾ ശരി കേട്ടോ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. സീ യു. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.